ലൈവിലിപ്പോൾ അനീഷും അനുമോളും തമ്മിൽ ഗാർഡൻ ഏരിയയിലിരുന്ന് സംസാരിക്കുകയാണ്. ഇതിനു മുമ്പ് അനീഷ് അനുമോളെയും നൂറയും ആദിലയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി ഇരുത്തിയൊരു ചർച്ച ഉണ്ടായിരുന്നു. പക്ഷേ അനുമോൾ അതിന് നിന്നില്ല. അനുമോൾ പറഞ്ഞ് എനിക്ക് ഇവരോട് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അനീഷും അവിടെ വന്നിരുന്ന് അനീഷുമായിട്ട് സംസാരിക്കുകയാണ്. അത് ചേട്ടാ ഇവർ ഇന്നലെ എന്നെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് എനിക്കിനി മറക്കാൻ പറ്റത്തില്ല. കാരണം ഇവരെ ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് PR ബലത്തിൻ്റെ അഹങ്കാരമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ തന്നെ ആകെ ഇതായിപ്പോയി, ഷോക്കായി പോലെ ഇരുന്ന് പോയി. കാരണം ഇവരെ അത്ര സ്നേഹിച്ചിട്ട് ഇവരുടെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നല്ലോ. ഇതാണ് ചേട്ടാ നമ്മൾ ഒരു മനുഷ്യരെ മനസ്സിലാക്കാൻ പാടാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം അവരുടെ മനസ്സിലുള്ളത് അവർ തുറന്നു പറയും. അതാണ് ഇന്നലെ നടന്നത്. രണ്ടുപേരും അതുപോലെ അവരുടെ മനസ്സിലവർ വേറെ വെച്ചിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു എന്ന് അനീഷിനോട് പറയുന്നു. ഇവരിൽ ആര് കപ്പടിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നൂറ കപ്പ് കൊണ്ടുപോയാലും ആദില കപ്പ് കൊണ്ടുപോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ജയിച്ചാൽ. പക്ഷേ ഇവരുടെ മനസ്സ് ശരിയല്ല. ഇനി ഇവരുമായിട്ട് ഒരു കൂട്ടിന് ഞാൻ തയ്യാറല്ല. ഇനി ആകെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഇവിടെ എങ്ങനെയെങ്കിലും നിൽക്കണം, എന്നിട്ട് ഇവിടെ നിന്ന് പോകണം. പിന്നീട് ഇവരുമായിട്ട് യാതൊരുവിധ ബന്ധത്തിനും കൂട്ടിനും ഒന്നും ഞാനില്ല ചേട്ടാ. കാരണം ഈ പൊട്ടിയ ചില്ല് കൂട്ടിച്ചേർത്താൽ ആ പഴയ ഭംഗി ഉണ്ടാവത്തില്ലല്ലോ, എത്രയൊക്കെ ആണെങ്കിലും. അതുപോലാണ് ഇവരുമായിട്ടുള്ള ഇനി ബന്ധം. എങ്ങനെയൊക്കെ ഇവരുമായിട്ട് ഇനി മിണ്ടാൻ നോക്കിയാലും എൻ്റെ മനസ്സിൽ നിന്ന് ഇവർ പറഞ്ഞതൊന്നും മായത്തില്ല. അതിങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇതിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും, ഇവരെൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ പോലും. അതുകൊണ്ട് നല്ലത് സംസാരിക്കാതിരിക്കുന്നതാണ്, ഇവരുമായിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. ഇനി കുറച്ച് ദിവസം എങ്ങനെയെങ്കിലും പോകണം, അതോടെ തീർന്ന് എന്ന് അനീഷിനോട് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.